ഓറിയോ നമ്മളെ വിട്ടുപോയ കാര്യം ഞാനൊരു വീഡിയോയിലൂടെ അറിയിച്ചായിരുന്നു. ഒരു പെട്ടിക്കുള്ളിൽ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണ് ഓറിയോനെ. അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുത്തു, ഫുഡ് കൊടുത്തു, ഒരു പേരിട്ടു ഓറിയോ. അതെപ്പോഴും ദേ ഈ ഒരു സൈഡായിരുന്നു വന്നിരിക്കാറ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇന്ന് നോക്കുമ്പോൾ അവിടെ ഇല്ല. ഓറിയോ ഇനി ഇല്ല എന്നുള്ളൊരു സത്യം അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ല. പ്രത്യേകിച്ച് അത് സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാനോ ഓടി വരാനോ അവിടെ ആരുമില്ല. ഇതിപ്പോൾ എവിടെ പോയി എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വരുന്നത്. അത് മരിച്ചു എന്നുള്ളൊരു കാര്യം ഇപ്പോഴും എനിക്ക് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു നായ്ക്കുട്ടിയോട് ഇത്രയധികം ഫീലിംഗ് വരുന്നത്. കാരണം ഇതിനു മുമ്പൊന്നും ഞാൻ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല, എൻ്റെ ലൈഫിൽ പെറ്റ്സിനെ വളർത്തിയിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് തോന്നുന്നു വളരെയധികം ഫീലിംഗ് ആയിപ്പോയി. പിന്നെ ഇന്നത്തെ കാര്യങ്ങളായി, തിരക്കുകളായി. അപ്പോൾ അതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബീറ്റ്റൂട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ്, ലിപ്സ്റ്റിക് ഉണ്ടാക്കാനാണ്. പിന്നെ വറ്റലുണ്ട്. തലേന്ന് ബാക്കി വന്ന ചോറ് നമ്മൾ കളയാറല്ലേ, ഇനി അതിന് വറ്റലുണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്, അതും ഫ്രൈ ചെയ്യാൻ തന്നെയാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ തലേന്നുള്ള ചോറ് കളയാണ് പതിവെങ്കിൽ അതിന് വറ്റലാക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വ്ളോഗിലൂടെ പറഞ്ഞുതരാം. പിന്നെ ഈ കാണുന്നതാണ് മാതള നാരങ്ങ, പ്ലാസ്റ്റിക് കവറിട്ട് വെച്ച് കെട്ടിയിരിക്കുകയാണ്, അത് തന്നെ അഴിക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമ്മളുടെ വീട്ടിൽ 2 ഗപ്പിക്കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് 2 വാങ്ങിച്ചായിരുന്നു, അത് മരിച്ചായിരുന്നു. അങ്ങനെ മരണത്തോട് മരണമാണ്. 2 ഗപ്പിയും പോയി, എൻ്റെ ഓറിയോയും പോയി. പിന്നെ വീണ്ടും 2 ഗപ്പികളെ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് കാണുന്നത്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് ഉള്ള ഫുഡും കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ഇനി കുറേ ഫുഡ് വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്. ഫുഡ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഓറിയോ എൻ്റെ അടുത്ത് വന്നിരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇപ്പോൾ അതെവിടെ പോയി, ഇനി വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ അവിടെ ആരും ഇല്ല എന്നുള്ളൊരു സംഭവം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ പെറ്റ്സിനോട്? അപ്പോൾ കമൻറ്റ് ചെയ്യുക. ഇനി വ്ളോഗുകൾ വരുന്നതാണ്. ഓറിയോ ഉണ്ടാവില്ല. ഓറിയോനെ പോലെ ഏതെങ്കിലും ഒരു നായ്ക്കുട്ടികൾ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വരട്ടെ അല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ വ്ളോഗിനെ പറ്റിയിട്ടും. അതേപോലെ തന്നെ ഓറിയോനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.